ഹലോ ഗൈസ്, കറുപ്പ് സൂര്യയുടെ പുതിയ പടം കറുപ്പ് ഞാൻ കണ്ടു. ആൻഡ് ഇത്രയും കാലം ഇത് പോസ്റ്റ്പോണ്ട് ആവുന്നതും ഇതിന് ഡിലേ ആവുന്നതിനൊക്കെ കാരണം എന്താണെന്ന് ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സാക്ഷാൽ കറുപ്പ് സ്വാമി തന്നെ ഇത് റിലീസ് ആവല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചതാണ്. ആൻഡ് സിനിമയിലെ ലോജിക് ആലോചിച്ച് സിനിമ കാണാൻ പോകരുത്, ദയവ് ചെയ്ത്. ഇത് ലോജിക് ഇല്ലാത്തൊരു സിനിമയാണ്. സോ ഇതൊരു ഫാന്റസി ആക്ഷൻ കൊമേഴ്ഷ്യൽ മൂവിയാണ്. സോ ഒരിക്കലും നിങ്ങൾ ലോജിക് ഈ സിനിമയിൽ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. സോ ദിസ് ഈസ് നോട്ട് എ ലോജിക് മൂവി. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇത് എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് പടത്തിന്റെ മെയിൻ. ആൻഡ് നിങ്ങളൊരു സൂര്യ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാം. സൂര്യന്റെ ഓവറ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ഇതിൽ റെഡ് സീൻസ് വരും, സ്ക്രീൻ റെഡ് ആവും. അതൊരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. സിനിമാറ്റോഗ്രാഫി വേറെ ലെവൽ. എടുത്തു പറയണം ഇന്ദ്രൻസ് ചേട്ടൻ. ഇതിലധികം മലയാളി നടന്മാരാണ് നടിമാരും. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് അജു വർഗീസ് ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, അനഘ രവി ഉണ്ട്, കുറെ പേരുണ്ട്. ആൻഡ് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് മൂവി. ബട്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം പറയാം. ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ആയത്. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് മൂവി.